ഹലോ നമസ്കാരം. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തിൽ 13-ാം വാർഡിന് വേണ്ടി ഞാനും വോട്ട് ചെയ്തു. കുറച്ചേര് വെയിറ്റ് ചെയ്തോട്ടോ, കുറച്ചേര് ക്യൂ നിന്നു. ഈ ക്യൂ നിൽക്കുമ്പോഴൊക്കെ എനിക്കുള്ള ആശങ്ക, എനിക്കുണ്ടാകുന്ന ഒരു വെപ്രാളം എന്ന് പറയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ്. എല്ലാവർക്കും അവരൊരു വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു വർഗീയതയില്ലാത്ത, അതായത് ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനൊക്കെ ഒരു കുടക്കീഴിൽ സന്തോഷമായി ജീവിപ്പിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയായിരിക്കണം നമ്മൾ ജയിപ്പിച്ചു വിടേണ്ടത്. എന്നാലേ കാര്യമുള്ളൂ. നമുക്ക് കുറേ പൈസ ഉണ്ടായിട്ട് മുതലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. സമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് കാര്യമുള്ള ഒരു കാര്യമില്ല. വർഗീയത ഉണ്ടായിട്ട് എന്തുണ്ടായിട്ട് കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഈ 3 പേര് ഈ പറഞ്ഞതുപോലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമാനൊക്കെ ഒരു കുടക്കീഴിൽ നല്ല സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിപ്പിക്കുന്ന പാർട്ടിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും പാർട്ടി പ്രസ്ഥാനത്തോടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ 5 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് വിധി നിർണ്ണയിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ആ വിധി നമ്മൾ എന്താക്കണം, ഈ ചൂണ്ട് വിരലും കൂടെ നിങ്ങൾക്ക് നിർണ്ണയിക്കാം. ഒരു ദിവസം നമുക്ക് പവർ ഉണ്ടാവും. ആ പവറാണ് ഇന്ന്. നമ്മൾ തീരുമാനിക്കണം ആര് ജയിപ്പിച്ച് വിടണം, ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന്. അത് തികച്ചും ആ ഒരു തീരുമാനം ശരിക്കും മുതലെടുക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ജയിപ്പിച്ച് വിടുകയാണ് ഈ പറയുന്ന ആൾക്കാരെ. അപ്പോൾ നമ്മൾ ആലോചിക്കുക ആർക്ക് വോട്ട് ചെയ്യണം, നമുക്ക് ഗുണം ചെയ്യുന്ന പാർട്ടി ഏതാ, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്ന പാർട്ടി ഏതാ, നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന പാർട്ടി ഏതാ, നമ്മൾ തീരുമാനിക്കണം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ ഒരേപോലെ കാണുന്ന വർഗീയത തുലയട്ടെ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. അതിനാണ് ഞാൻ വോട്ട് ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ചിന്തിക്കാം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എല്ലാവരും അവരവരെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാർ പറയും ഞങ്ങളെ പാരമ്പര്യം മൊത്തം ചെയ്യുന്ന പണ്ട് കാലത്തെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് അമ്മ അങ്ങനെ വേണ്ട എല്ലാവരും ചെയ്യുന്ന ഈ പാർട്ടിക്കാണ്. അത് നിങ്ങൾ നോക്കണ്ട. നമ്മളെ രാജ്യത്ത്, നമ്മളെ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ സാഹചര്യം തരുന്ന പ്രസ്ഥാനം ഏതാണ്, അത് നോക്കി നമ്മൾ വോട്ട് ചെയ്യുക. നല്ല കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ജയിപ്പിച്ചിരുന്ന കാര്യമുള്ള ഒരു കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ 5 വർഷത്തിൻ്റെ ഇടയിലാണ് നമുക്കൊരു പവർ വരുന്നത്. അത് ഈ ചൂണ്ട് വിരലും കൊണ്ട് നമ്മൾ നിർണ്ണയിക്കണം. അത് ശരിക്കും നമ്മൾ എന്താക്കണം, മുതലെടുക്കണം, നമ്മൾ പവർ കാണിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച്.